പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പഞ്ചമി 11ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. പെൺകുട്ടിയാണ്. എന്തൊരഴക്! ഈ കുഞ്ഞിനെയെങ്കിലും. പഞ്ചമി, പെൺകുട്ടിക്ക് വായുണ്ടോ? ഉണ്ട്. എങ്കിൽ എഴുന്നേറ്റ് വരൂ, നമുക്ക് പോകാം. പഞ്ചമി ഒരക്ഷരം ഉരിയാടിയില്ല. ഭർത്താവിൻ്റെ പിന്നാലെ വേച്ചു വേച്ചു നടക്കുക മാത്രം ചെയ്തു. പക്ഷേ അവൾ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. കഴുത്തിൽ പാലയ്ക്കാമോതിരവും കാതിൽ കുത്തിത്തോടയും കൈകളിൽ പൊൻവളയുമായി പിച്ചവെച്ച് നടക്കുന്ന തൻ്റെ മകൾ. അവളതാ വളരുന്നു. പനങ്കുല പോലുള്ള തലമുടിയിൽ മുല്ലപ്പൂക്കൾ ചൂടിയിരിക്കുന്നു. നെറ്റിയിൽ ചാന്തുപൊട്ട്. അവളുടെ പാദസരം കിലുങ്ങുന്നു. അവൾ ചിരിക്കുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്നു. അവൾ കാരയ്ക്കലമ്മ, കാരയ്ക്കൽ മാതാ. ലേശം വേഗം നടക്കൂ പഞ്ചമി, വരരുചി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവൾ നടത്തയ്ക്ക് വേഗം കൂട്ടി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം പഞ്ചമി വരരുചിയോട് പറഞ്ഞു, ഞാൻ 11 മക്കളെ പ്രസവിച്ചു. വരരുചിക്ക് എന്നിൽ 11 മക്കളുണ്ടായി. ഒരു കുഞ്ഞിനു പോലും മുല കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ഞാൻ. പഞ്ചമി ഉറക്കെ ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ചിരിക്കാതിരിക്കൂ പഞ്ചമി. ഇനിയും ഞാൻ ഒന്നുകൂടി പ്രസവിക്കും, അല്ലേ? ഉവ്വ്, ഒരു കുഞ്ഞിനെ കൂടി നീ പ്രസവിക്കും. എനിക്കിനി പ്രസവിക്കണ്ട. എൻ്റെ ഒരേ ഒരു അപേക്ഷയാണിത്. പറ്റില്ല പഞ്ചമി, കൽപ്പനയാണിത്. ആരുടെ കൽപ്പന? വിധിയുടെ കൽപ്പന. സ്വയം ആശ്വസിക്കൂ കുട്ടി, വിധിയുടെ കൽപ്പന. പഞ്ചമിക്ക് ആലോചിച്ചാലോചിച്ച് ശ്വാസം മുട്ടി. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നു, വിധിയെ കുറ്റക്കാരനാക്കുന്നു. കുറ്റം ചെയ്ത് കൈവിലങ്ങ് ഏറ്റുവാങ്ങുമ്പോൾ പോലും വിധിയെ പഴിചാരുന്നു. വരരുചി പണ്ഡിതനാണ്, സ്നേഹമുള്ളവനാണ്, ലോകം കണ്ടറിഞ്ഞവനാണ്. എന്നിട്ടും നടന്ന് നടന്ന് അങ്ങനെ അവർ മറ്റൊരു ഗ്രാമത്തിലെത്തി. അവിടെ കണ്ട ആൽത്തറയിലിരുന്നു. പഞ്ചമി ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. കിടന്നുറങ്ങിക്കോളൂ പഞ്ചമി, ആൽത്തറയിൽ വിരിവിരിച്ചുകൊണ്ട് വരരുചി പറഞ്ഞു. പഞ്ചമി കിടന്നു. വരരുചി നക്ഷത്രങ്ങളുടെ ചലനവും ശ്രദ്ധിച്ച് അങ്ങനെ ഇരുന്നു. ആലിൻമുകളിൽ നിന്നും കിളികളുടെ ശബ്ദം, അതേ കിളിയുടെ ശബ്ദം. ഈ വരരുചി മഹാപണ്ഡിതനാണ്, പക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനാണ്. ഒരു കുഞ്ഞിനെയെങ്കിലും എടുത്തു വളർത്താൻ അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ട്? പഞ്ചമി, പതിവ്രതാരത്നമായ പഞ്ചമി, എന്തുകൊണ്ട് ഭർത്താവിനെ ശപിക്കുന്നില്ല? 11 മക്കളെ ഭർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഉപേക്ഷിച്ചവളാണ് പഞ്ചമി. വരരുചി കഠിന ഹൃദയനാണ്, അഥവാ ഹൃദയം തന്നെ ഇല്ലാത്തവനാണ്. വരരുചി ഒന്ന് ഞെട്ടി. എന്താ നടുങ്ങിയത്? ഭർത്താവിനെ തന്നെ ശ്രദ്ധിച്ചു കിടക്കുകയായിരുന്ന പഞ്ചമി ചോദിച്ചു. വരരുചി പെട്ടെന്ന് പറഞ്ഞു, ഓ ഒന്നുമില്ല. പഞ്ചമി എഴുന്നേറ്റ് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. വരരുചിയുടെ കണ്ണിൽ കണ്ണീരോ? അങ്ങ് കരയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തു പറ്റി? പറയൂ, ഞാൻ എല്ലാം സഹിക്കും. അങ്ങയുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. പറയൂ, എന്താ ഉണ്ടായത്? വരരുചി പഞ്ചമിയുടെ ശിരസിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.